താങ്കൾ ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് സീസൺസ് കാണാറുണ്ടല്ലോ. കാണാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം രതീഷ് പുറത്തായിരുന്നു. രതീഷ് നമ്മുടെ ശൈലിയാണ് പുള്ളി ചെയ്തതെന്ന് തോന്നുന്നു. ഡാൻസ് കളിച്ചും പാട്ടുപാടിയൊക്കെയാണ് പുള്ളി അവതരിപ്പിച്ചത്. അത് ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ലാലേട്ടൻ തുറന്നു പറഞ്ഞു. അല്ല, പുള്ളിനെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? എന്നെ അനുകരണം ചെയ്യുന്നത് വളരെ മോശമാണ്. കാരണം അത് മനസ്സിലാക്കിയത് അദ്ദേഹത്തിനെ പുറത്താക്കിയപ്പോൾ ട്രോളിലൊക്കെ എൻ്റെ വീഡിയോ വന്നിരുന്നു. പത്മിനിയുടെ റിവ്യൂ, ചാക്കോസിന് അടിപൊളി എന്നൊക്കെ പറഞ്ഞ വീഡിയോ അത് വന്നിരുന്നു. അപ്പോൾ നമ്മളെ ആരും അനുകരണം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടില്ല. മറ്റുള്ള ശൈലി പലരും പറയുന്നുണ്ട്. അലിൻ ജോസിന്റെ അപരം എന്നൊക്കെ പലരും പറയുന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ. ആ ട്രോളിന്റെ ഇൻസ്റ്റഗ്രാമിലാണ് ട്രോളായിട്ട് വന്നത് ഇപ്പൊ പുറത്തായപ്പോ. ഇപ്പൊ താങ്കളൊരു വൈൽഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസിൽ കയറാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മളെ കുറച്ച് മാറ്റം വരുത്തുമല്ലോ. പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും അത് എൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആണല്ലോ. പണ്ടത്തെ ഇപ്പോ പാസ്റ്റ് പോയി കഴിഞ്ഞാൽ പ്രസന്റിലേക്ക് വരുമ്പോൾ ഒരിക്കലും അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജെന്യൂനായിട്ടുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഇരിക്കാമല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വിളിച്ചു. ഇപ്പൊ പലരും പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അല്ലാണ്ട് ജെന്യൂനായിട്ടൊക്കെ ഏഷ്യാന്റെ ഭാഗത്തു നിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകും. വിളിച്ചൊക്കെ ചോദിക്കും. അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്താക്കാൻ വേണ്ടി ചെയ്യില്ല. ഒരാഴ്ചയോട് പുറത്താക്കാൻ എനിക്കൊരിക്കലും താല്പര്യമില്ല. ഒരു 25 ദിവസം ഇങ്ങോട്ട് നിൽക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ താങ്കളുടെ റിയൽ ക്യാരക്ടർ ബിഗ് ബോസിലൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളെ റിയലി നമ്മളെ കുറച്ച് നെഗറ്റീവ് ഓറിയന്റഡ് ആണ്. പിന്നെ കുറച്ച് കർക്കശക്കാരനാണ്. പിന്നെ എടുത്തിയാട്ടമുണ്ട്. പിന്നെ കുറച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വയലന്റ് ക്യാരക്ടറാണ് നമ്മൾ. പക്ഷെ അത് എല്ലാവരുടെ കൂടെ ഇല്ല. പിന്നെ വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഭ്രാന്തോട്ടമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഗൗരവമുള്ള ഒരു സ്വഭാവമാണ് എനിക്ക് റിയൽ ലൈഫിൽ. അല്ലാണ്ട് റിവ്യൂല് നമ്മൾ തിരിച്ചും കളിച്ചൊക്കെ ചെയ്യും. അപ്പൊ അതുപോലെ അല്ല റിയൽ ലൈഫിൽ. ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ആളുകൾ ഒരുപാട് പേര് ഇങ്ങനെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നു, സെൽഫി എടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ഒരു വേറിട്ടൊരു ചിന്ത മനസ്സിൽ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവരോട് തിരിച്ചു കർഷ പറയാന്നുള്ളതല്ല. ഇപ്പോ മമ്മൂട്ടിക്ക് ലാലേട്ടൻ, ദിലീപേട്ടൻ, പൃഥ്വിരാജിന് മാത്രം കിട്ടുന്ന പ്രശസ്തി സന്തോഷ് വർഗിക്ക് ശേഷം അലിൻ ജോസിന് കിട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ അവിടെ നിന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ട് ഇല്ലേ? കുറച്ചുപേര് ചിരിക്കുന്നു, കുറെ പേര് കൈ നോക്കി കാണിക്കുന്നു, കുറെ പേര് സെൽഫി എടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതൊക്കെ കാണുമ്പോൾ മലയാള സിനിമയെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് 8 വർഷം മുന്നേ. 2013 പോളിടെക്നിക് ആയിരുന്നു ആദ്യത്തെ സിനിമ. പിന്നെ പെരിച്ചായി, അങ്ങനെ പിന്നെ കാന്താരിയിലും ഓർമ്മയുള്ള മഞ്ഞുകാലത്തായിരുന്നു മുഖം കാണിച്ച. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ RDX, വോയിസ് ഓഫ് സത്യാവതൻ. പിന്നെ ഇറങ്ങാൻ പോകുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്. വൺസ് അപ്പോൺ ടൈം കൊച്ചി, റാം, പിന്നെ നുണക്കുയി, 5 സെന്റും സെലീനയും, മാർട്ടിൻ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ ഇപ്പോൾ വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബസൂക്കയിൽ മാത്രം നമ്മളെ അഭിനയിക്കും ക്രൗഡായിട്ട് പോലും നിർത്തിയില്ല. അല്ല, ഇപ്പൊ ബസൂക്കയുടെ ഒരു വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. ആറാട്ടണ്ണൻ അതിൽ അഭിനയിക്കാൻ പോയതിനു ശേഷം അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം പലരും എതിരഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. താങ്കൾ ഒരുപാട് സിനിമകളിൽ ഇതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളതാണ്. അപ്പൊ താങ്കൾക്ക് ഇതേപോലെ ക്യാരവാനും ഫുഡും ഒക്കെ കിട്ടിയിരുന്നോ? കളിയാക്കോ? അല്ലല്ല, കാര്യമായിട്ട് ചോദിച്ചതാ. ഫുഡ് കിട്ടാറുണ്ടല്ലോ. ഫുഡ് കിട്ടാൻ വേണ്ടിയാണല്ലോ മെയിൻലി പോകുന്നത്. പറഞ്ഞാ വൈകുന്നേരം തന്നെ അപ്പൊ തന്നെ 500 രൂപ എടുത്ത് പോക്കറ്റ് വെച്ച് തരുന്നില്ല ജൂനിയർ ആർട്ടിസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ. മാസങ്ങളെടുക്കും, ആഴ്ചകളെടുക്കും. അതുകൊണ്ട് തന്നെ ആ ഫീൽഡ് അത്ര മോശം ഫീൽഡാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ഫീൽഡ്. സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ ആദ്യമായിട്ട് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അത് തന്നെ അത് പുള്ളി പോകണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്, ഡേറ്റ് ഓർക്കുന്നില്ല, ഫെബ്രുവരി ഒരു പെരുന്നാളിന്റെ സമയത്താണ് അവിടെ ലൊക്കേഷനിൽ ഞാനും പോവുകയുണ്ടായി. അപ്പോൾ ആറട്ടെണ്ണൻ യൂസ് ചെയ്ത് ക്യാരവാനിൽ കയറി ഇരിക്കാനുള്ള പെർമിഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല. പുള്ളി ആദ്യം പറഞ്ഞു എന്നോട് പുള്ളിക്കൊപ്പം ക്യാരവാനിൽ കയറി ഇരിക്കാൻ വർത്താനം പറയാന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ക്യാരവാനിൽ കയറാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ പുള്ളിക്ക് അന്ന് നല്ല സൗന്ദര്യമായിട്ട് ക്യാരവാൻ ഉണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് മാനും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2ാമത്തെ ദിവസം ഷെഡ്യൂൾ ചെയ്തപ്പോൾ പുള്ളിനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കണ്ടു. അതാണ് പുള്ളിക്ക് തന്നത്. ആറട്ടെണ്ണൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഒന്നും കറക്റ്റായിട്ട്. കാരണം പുള്ളിക്ക് ഫുഡ് കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ അത് ഒഫീഷ്യലായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സെറ്റിൽ ഇന്നലെ ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ കൊടുത്തതെന്നാ പറഞ്ഞത്. പുള്ളി കഴിച്ചില്ല, പുള്ളിക്ക് ക്യാരവാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ ഒച്ചെടുത്തെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയാൻ പാടില്ല.
പിന്നെ ഒരു ക്യാരവാൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഒരു മറപ്പുര കൊടുത്തില്ല, ഒരു റൂമോ ഒരു പുള്ളി ഒരു വീഡിയോ ഇട്ടിരുന്നു, നഗ്നനായിട്ട് ഒരു അഭിനയിക്കാം എന്നൊരു വീഡിയോ കാലത്തിട്ടിരുന്നു, SMAയിലൊക്കെ അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അത് കണ്ടപ്പോഴാണ് തോന്നുന്നു പറഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ സംഭവിച്ചത്. ഇപ്പോൾ ഞാനും കഴിഞ്ഞ ദിവസം സില്ലി മോളിവുഡിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ SMAയിൽ അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതന്ന് കുറേയൊക്കെ ഡിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത് കേട്ടാണ് പുള്ളിയും അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ ബസൂക്കയുടെ ഈ വിഷയം മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നുണ്ടോ? ഇന്നലത്തോടെ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത് രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യമാണ്. ഫെബ്രുവരിയിലാണ് ബസൂക്കയുടെ ലാസ്റ്റ് ഷെഡ്യൂള് പ്ലാൻ ഇരുന്നത്. അപ്പോൾ ആറാട്ടണനെ വിളിച്ച് നല്ല റോള് കൊടുത്തു, എന്നെ അടുപ്പിച്ചില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ആ സങ്കടം ഇന്നലത്തെ കൊണ്ട് കഴിഞ്ഞു. കാരണം നല്ല രീതിയിൽ വൈറലായി പോപ്പുലറായ ആളെ സെൽഫി എടുത്ത് കൈ കൊടുത്ത് പ്രശ്നത്തിലാക്കുന്ന കൊണ്ടാണ് അന്ന് ക്യാരവാനൊക്കെ കൊടുത്തത്. പിന്നീട് ഇന്നലെ ക്രൗഡ് 10-300 പേരുണ്ടെന്നാണ് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നത്. അപ്പോൾ അത്രയും ക്രൗഡിൽ പുള്ളിക്ക് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പുള്ളിക്കൊരു പ്രൈവസി ഉണ്ടല്ലോ, പുള്ളിനെ ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ലല്ലോ. പുള്ളി ഒരു ക്യാരക്ടറായി ചെയ്യാൻ വേണ്ടിയല്ല വന്നത് ബസൂക്കയിൽ. അപ്പോൾ സിനിമാക്കാരെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടൊക്കെ പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഓരോ കാര്യങ്ങളും. ഇപ്പോൾ പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ പല രീതിയിൽ പ്രൊമോഷനൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ അവൻ അഭയകുമാർ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുള്ളിനെ വെച്ച് കുറെ ചെയ്തിരുന്ന രീതിയിൽ പുള്ളിക്ക് പേയ്മെന്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബസൂക്കയിൽ പുള്ളിക്ക് പേയ്മെന്റും കൊടുത്തില്ലെന്നാണ് എനിക്ക് അറിഞ്ഞത്. ഇത് ചെറ്റത്തരമാണ്.